നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമുക്ക് കൂടുതൽ ആളുകൾ മെയിൽ അയച്ച് ചോദിച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു തരുന്ന ഒരു പ്രോബ്ലമാണ് ഈ സൈഡിൽ കാണിക്കുന്ന പ്രോബ്ലം. ഓക്കെ, അതായത് നമ്മുടെ വൈഫൈ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ കണക്റ്റ് ചെയ്തിട്ടും നോ ഇൻ്റർനെറ്റ്, അതായത് നമുക്ക് നെറ്റ് കിട്ടുന്നില്ല, നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് കാണിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് എന്ന് കാണിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്ത കുറച്ച് പരിപാടികളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് ഈ ഒരു പ്രശ്നം വരാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോഡ്ബാൻഡ് കമ്പനി ഏതാണോ നമ്മുടെ ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ് ഒന്നാമത്തെ കാരണം. അതായത് ഇത് വരാവുന്ന ഒരു കാരണമാണ് അവരുടെ അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യം, അതായത് നിങ്ങളുടെ ലൈൻ, അതായത് ഈ പോകുന്ന ലൈന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡത്തിൽ റെഡ് അടിച്ചുകൊണ്ടിരിക്കും, റെഡ് കളർ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എങ്ങനെ ബ്ലിങ്ക് ചെയ്യാതെ തന്നെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ISP അവിടെ സെർവറിൽ നിന്നുള്ള എന്തോ പ്രശ്നമാണ്. അതൊരു അരമണിക്കൂറിനകം തന്നെ നിങ്ങൾക്ക് ശരിയാവുന്നതാണ്. ശരിയായില്ലേ നിങ്ങൾ നേരെ നിങ്ങളുടെ ഓപ്പറേറ്ററിനെ വിളിക്കുക, പറയുക എനിക്കിങ്ങനെ നെറ്റ് കിട്ടുന്നില്ല, റെഡ് അടിക്കുന്നില്ല എന്ന് പറയുക. അപ്പോൾ തന്നെ പുള്ളിക്കാരെ അവിടെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ശരിയാക്കി തരും. രണ്ടാമത്തെ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോഡത്തിൻ്റെ പ്രശ്നമാണ്. മോഡത്തിന് ഇപ്പം എനിക്ക് തോന്നുന്നു, അതായത് നമ്മളിപ്പോൾ മോഡ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കറണ്ട് പോയി വന്നതിന് ശേഷം നമ്മുടെ മോഡ ഓണായി റെഡ് മാറി പച്ചയായി, എന്നാലും നോ ഇൻ്റർനെറ്റ് കണക്ഷൻ കാണിക്കുന്നു. അതായത് നമ്മൾ മോഡം ഓൺ ചെയ്യുമ്പോഴത്തേക്കും, അതായത് നമ്മൾ രാവിലെ മോഡം ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മോഡം ഓണായി ഇൻ്റർനെറ്റ് പെട്ടെന്ന് കിട്ടും. പക്ഷേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞിട്ട് ഓൺ ആകുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് കണ്ടുവരുന്ന ഒപ്റ്റിലിങ്ക് പോലുള്ള കമ്പനികളുടെ മോഡത്തിലാണ് കണ്ടുവരുന്നത്. കാണിച്ചാൽ എൻ്റെ മോഡമൊക്കെ ആണെങ്കിൽ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നല്ല സമയം എടുത്തിട്ടാണ് ഇൻ്റർനെറ്റ് കിട്ടുന്നത്. അപ്പം അത് നമ്മുടെ മോഡത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ മോഡം മാറ്റി അത് ശരിയാവും. ഈ ഒരു നല്ല മോഡം, അതായത് നെറ്റ്ലിങ്കിൻ്റെയൊക്കെ മോഡമാണെങ്കിൽ പെട്ടെന്ന് ഓണാവുന്നതാണ്. പക്ഷേ ഒപ്റ്റിലിങ്കൊക്കെ നല്ല സമയം എടുക്കും ഓണാവാൻ, കറണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മോഡത്തിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാവുന്നവർ മാത്രം ചെക്ക് ചെയ്താൽ മതി, ചാടിക്കയറി ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ മോഡത്തിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അറിയാമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ കോൺഫിഗർ ചെയ്യാം. ആ ഒരു IP അടിച്ച് നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിം അടിച്ചിട്ട് കയറിയിട്ട് നിങ്ങളുടെ സിഗ്നൽ എത്ര വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പറേറ്ററിനെ വിളിച്ച് പറയുക. വരുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ശരിയാവും, കുഴപ്പമില്ല. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഓപ്പറേറ്ററിനെ വിളിക്കുക. ഓപ്പറേറ്ററിനെ വിളിച്ചിട്ട് പറയുക എനിക്ക് ഈ ഒരു മോഡം മാറ്റി തരാൻ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുത്ത് പുതിയ മോഡം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മോഡം മാറ്റി വേറെ ഒരു മോഡം വാങ്ങുക. കാണിച്ച ഒപ്റ്റിലിങ്ക് പോലുള്ള മോഡത്തിൽ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മോഡം ഒന്നുകൂടെ റീകോൺഫിഗർ ചെയ്ത് തരാൻ പറയുക. നമ്മുടെ ഓപ്പറേറ്ററിനോട് പറഞ്ഞാൽ ആദ്യം റീകോൺഫിഗർ ചെയ്ത് തരാം, അപ്പോൾ അവർ ചെയ്ത് തരുന്നതാണ്. എന്തെങ്കിലും പ്രശ്നമോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൽ ഇപ്പോൾ നെറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ് കിട്ടുന്നില്ല. മോഡം ഓണായിട്ട് ഫോണിൽ നെറ്റ് വരുന്നുണ്ട്, പക്ഷേ കമ്പ്യൂട്ടറിൽ നെറ്റ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് ഒന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യുക. ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയില്ലെങ്കിൽ നമ്മളിതാ ഈ വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൽ താണ്ട ഇതുപോലെ ഞാൻ ഇത് ഓൾറെഡി കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്യണത് നോ ഇൻ്റർനെറ്റ് സെക്യൂർഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കും. അതിൽ ചെന്നിട്ട് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനെ ട്രബിൾ ഷൂട്ടിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങളിങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഡിറ്റക്റ്റിംഗ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ നേരത്തെ കണക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവുന്നതാണ്. ജസ്റ്റ് ട്രബിൾ ഷൂട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ കണക്റ്റായി. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഫോർഗോട്ട് അടിച്ചിട്ട് ഒന്നേ പാസ്വേഡ് അടിച്ച് കയറുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നെറ്റ് കിട്ടാത്ത പ്രശ്നം മെയിനായിട്ട് മാറുന്നതാണ്. പിന്നെ ഇതെല്ലാം ഓരോ മോഡത്തിൻ്റെ ഫാസ്റ്റ് അനുസരിച്ചാണ്, ഓരോ മോഡത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ഈ മോഡ് ഓണായ അപ്പം തന്നെ നെറ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ഒരു മോഡത്തിൽ നല്ല ടൈം എടുക്കുന്നുണ്ട്. മോഡ് ഓണായാൽ നെറ്റ് കിട്ടാൻ വേണ്ടി നല്ല ടൈം എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന, അതായത് നിങ്ങൾ ഓൺ ചെയ്തിട്ട് കുറേ ടൈം എടുക്കുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് ഇത് ശരിയാവുന്നതാണ്. ഒട്ടുമിക്ക കേസുകളിലും അങ്ങനെ ശരിയാവും. അപ്പോൾ കറണ്ട് പോയിട്ട് വന്നതാണെങ്കിലും ഇങ്ങനെ നെറ്റ് കിട്ടാതെ കുറേ ഒരു 3-4 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓൺ ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് അത് റെഡിയാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കയ്യിൽ നോ ഇൻ്റർനെറ്റ് കണക്ഷൻ വരുമ്പോൾ ഞാൻ ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഒട്ടുമിക്ക സക്സസ്സും ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതിലും കിടിലമായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.